بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മൾക്ക് എത്രയധികം സംസാരിച്ചാലും വിശദീകരിച്ചാലും ചർച്ച ചെയ്താലും മതിയാവാത്ത നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഓരോ സന്ദർഭങ്ങളിലും ഏതു രൂപത്തിലായിരിക്കണം എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ദീനുൽ ഇസ്ലാമി. അതേത് സന്ദർഭത്തിലാണെങ്കിൽ പോലും, എങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും, വളരെ നിസ്സാരമെന്ന് ആളുകൾ കരുതുന്ന വിഷയങ്ങളിൽ പോലും വളരെ കൃത്യമായും സൂക്ഷ്മമായുമുള്ള അധ്യാപനങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ അധ്യാപനങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാതൃകയാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ഈ എല്ലാ മേഖലകളിലും എല്ലാ വിഷയങ്ങളിലും ഓരോ സന്ദർഭത്തിലും നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുക എന്നുള്ളതും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ സ്വന്തത്തെക്കാളും മറ്റെന്തെന്നിനേക്കാളും ഇഷ്ടപ്പെടുന്ന ഏതൊരു വിശ്വാസിക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ വീട്ടുകാർക്കിടയിൽ, അത് ഭാര്യമാരുണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്, അതുപോലെ തന്നെ മരുമക്കള്, അതുപോലെ തന്നെ പേരക്കുട്ടികൾ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ മാതൃകയും ഒക്കെയാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരിക്കും ഉള്ള സ്വഭാവം എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള സ്വഭാവമാണ്. എന്നുവെച്ചാൽ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ സ്വഭാവം സൽസ്വഭാവമാണോ അല്ല മോശം സ്വഭാവമാണോ എന്ന് വിലയിരുത്തപ്പെടുക നമ്മുടെ വീട്ടിലെ സ്വഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വീട്ടുകാരോട് നമ്മൾ ഏതു രൂപത്തിൽ വർത്തിക്കുന്നുവോ, ഏതു രൂപത്തിൽ പെരുമാറുന്നുവോ, അതാണ് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ സ്വഭാവമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാറുക്കും ലിനിസാഇഹിം, ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾക്ക് ആളുകൾക്കിടയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ ഇറങ്ങുമ്പോൾ മറ്റുമൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന നല്ല പെരുമാറ്റവും സ്വഭാവ മര്യാദകളും നമ്മുടെ വീട്ടിലും നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് കുറച്ച് താരതമ്യേന പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ആളുകൾ ഛർദ്ദിക്കുന്നൊരു സന്ദർഭമാണ് വീടിന്റെ പുറത്ത് എന്നുള്ളത്. നമ്മൾക്ക് നമ്മുടെ കുടുംബ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ കണ്ടുപരിചയമില്ലാത്ത മറ്റുള്ള ആളുകളും നമ്മളെ പരിചയമില്ലാത്ത മറ്റ് പൊതുവെ നമ്മൾ അവരുടെ ഇടയിൽ നല്ലൊരു സ്ഥാനം ഉള്ള ആളുകളൊക്കെ പൊതുവെ നമ്മളെ വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് വീടിന് പുറത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീടിന് പുറത്ത് നല്ല രൂപത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും
ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേ കാര്യം തന്നെ നമ്മൾക്ക് വീട്ടിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് പാലിക്കാൻ പറ്റാതാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ വേറെ ആരും എന്ത് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കാൻ ഉണ്ടാകുന്നില്ല. നമ്മളും നമ്മുടെ കുടുംബവും ആ ഒരു ചുറ്റുവട്ടത്തിൽ മറ്റാരും നമ്മുടെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഇടപെടലുകളോ മര്യാദകളോ സ്വഭാവങ്ങളോ ഒന്നും ശ്രദ്ധിക്കാനില്ലാത്ത ഈ സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി മാത്രമേ ഒരാൾക്ക് അവൻ്റെ വീട്ടിലെ സ്വഭാവം നല്ല രൂപത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, പൊതുവെയുള്ള ആളുകളുടെ അവസ്ഥ അവൻ എന്താ പറയുക, ഫിദ്ദാഖിലി ബസൽ വഫിൽ ഖാരിജി അസൽ എന്ന് പറയാറുണ്ട്. അവനവൻ്റെ വീട്ടിൻ്റെ പുറത്ത് അസൽ തേൻ പോലെയാണ് അവൻ്റെ പെരുമാറ്റം. ആളുകൾക്കിടയിൽ ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ തേനൂറുന്ന സംസാരമായിരിക്കും. പക്ഷെ വീട്ടിനകത്താണെങ്കിൽ ബസൽ പോലെ, എന്ന് വെച്ചാൽ ഉള്ളി പോലെ, അടുപ്പിക്കാൻ സാധിക്കില്ല. വളരെ മോശം പെരുമാറ്റവും സംസാരവും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു വ്യത്യാസം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന, അവൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരാൾക്കൊരിക്കലും ഈ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിന് പുറത്ത് എത്ര നല്ല രൂപത്തിൽ പെരുമാറാറുണ്ടോ അതിനേക്കാൾ നല്ല രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിനകത്തുള്ള അംഗങ്ങളോട് പെരുമാറിയത്. ഏറ്റവും നല്ല രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ വീട്ടുകാരോട് പെരുമാറുന്നത് ഞാനാണ് എന്ന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് സ്വഹാബികൾപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം തൻ്റെ വീട്ടുകാരോട് റഹ്മത്ത് കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ശരിക്കുള്ള സ്വഭാവം, നമ്മുടെ തനി സ്വഭാവം എന്ന് നമ്മൾ പറയാറുണ്ട്, ആ ഒരു സ്വഭാവം എന്നുള്ളത് ശരിക്കും നമുക്കും നമ്മൾ മനസ്സിലാകണമെങ്കിൽ, സ്വയം വിലയിരുത്തണമെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി. വീട്ടിൽ നമ്മളുടെ കുടുംബം എന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം മാത്രമായി തീരുമ്പോൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമായി തീരുമ്പോൾ നമ്മുടെ ഓരോ സമയത്തുമുള്ള പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളും എങ്ങനെയാണ് എന്ന് പരിശോധിക്കലാണ്. അതാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യാം, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മീസാനിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തൗഹീദുള്ള, ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മീസാനിൽ ഏറ്റവും അധികം കനം തൂങ്ങുന്നത് സൽസ്വഭാവമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം. എത്രത്തോളം ഹദീസുകൾ കാണാം, ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമിൽ അഖ്ലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടത് തന്നെ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ശ്രദ്ധിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച ആ ദീനിനെ സംബന്ധിച്ച്, ശരീഅത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ അയക്കപ്പെട്ടത് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൽസ്വഭാവത്തിന് ഈ ദീനിൽ അത്രയധികം സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഇത്രയധികം സ്ഥാനമുള്ള, പ്രാധാന്യമുള്ള ഈ കാര്യം അത് ശരിയായ രൂപത്തിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കുമുള്ള സ്വഭാവം അത് സൽസ്വഭാവമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഒന്നെങ്കിലും വരുന്ന വിരുന്നുകാരോടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുന്ന നാട്ടുകാരനോടോ നമ്മളുള്ള പെരുമാറ്റവും സ്വഭാവം എന്നല്ല. നമ്മുടെ ശരിക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാരോടുള്ള നമ്മുടെ സ്വഭാവമാണ്, പെരുമാറ്റമാണ്. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പല കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളും ഉദാഹരണങ്ങളും മാത്രം ഇവിടെ സൂചിപ്പിച്ചു പോവുകയാണ്. ആദ്യം തന്നെ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യമാർ എന്ന് വെച്ചാൽ മാതാപിതാക്കൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അതുപോലെ തന്നെ സഹോദരന്മാർ സഹോദരിമാർ ഇവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കള്, ആ മക്കളുടെ പേരമക്കള്, അതുപോലെ തന്നെ അവരുടെ മരുമക്കള്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ മൗല എന്ന് പറഞ്ഞാൽ അടിമയായി സ്വതന്ത്രനാക്കിയ മോചിപ്പിച്ച വ്യക്തികൾ, അതുപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇതിനൊക്കെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോറ്റി വളർത്തിയിരുന്ന സ്വന്തം മക്കളല്ലാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വളർത്തിയതാണ്, നോക്കി ഏറ്റെടുത്ത് വളർത്തിയതാണ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു വീട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു വീട് പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെ ഒരു ചിത്രം. ഒരുപാട് അംഗങ്ങളുള്ള, ഒരുപാട് തരത്തിലുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടെന്നുള്ളത്. ഈ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീടിന് പുറത്ത് ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും എന്നാൽ എല്ലാത്തിലും ഉപരി അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വഹി അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒന്നാമത്തെ ദൗത്യം. അതുപോലെ തന്നെ ആ ദൗത്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ, അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീടിന് പുറത്ത് കാര്യമായ അധ്വാനമുണ്ട്, കാര്യമായ അധ്വാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഇത്രയും തിരക്കുകൾ എന്ന് വെച്ചാൽ ഒരു സമയം പോലും ഒഴിവ് കിട്ടാൻ സാധ്യതയില്ലാത്ത അത്രയും തിരക്കുള്ളൊരവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത്. അത്രയും അധികം തിരക്കുണ്ടായിരുന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും ചിന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. 9 ഭാര്യമാരെ നിലവിലുണ്ടായിരുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. നമുക്കറിയാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു നിയമമാണെന്ത്, ഒരേ സമയം 4-ൽ കൂടുതൽ പേരെ വിവാഹം ചെയ്യുക എന്നുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണ്, നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇത്തരം പല തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴോ നമ്മൾക്കതിനെ സംബന്ധിച്ച് അതിനെ തിരുത്തി കൊടുക്കാനോ അതിൻ്റെ ശരിയായ വശം പറഞ്ഞു കൊടുക്കാനോ നമ്മൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ആ ഒരു അവസ്ഥയിൽ പഠിച്ചിട്ടില്ല. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം ഭാര്യമാരെ വിവാഹം ചെയ്തത് എന്നുള്ളൊരു ബോധ്യം നമുക്കില്ലെങ്കിൽ പോലും അതിനൊരുപാട് കാരണങ്ങളുണ്ട്, വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കതൊന്നും നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആളുകളുടെ ഹൃദയത്തിലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, യുക്തിവാദികളെന്നോ അല്ലെങ്കിൽ നിരീശ്വരവാദികളെന്നൊക്കെ പറയുന്ന ആളുകൾ അവർ പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ബാധ്യതയാകുന്ന കാര്യം. നമുക്ക് നമ്മുടെ വാപ്പാനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഉമ്മാനെ പറ്റിയിട്ടോ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി ഒരു മോശം, അവരില്ലാത്തൊരു കാര്യം, അവരുദ്ദേശിക്കാത്തൊരു കാര്യം അവരെ പറ്റി പറയപ്പെടുമ്പോൾ നമ്മൾക്കതൊരിക്കലും കേട്ടു നിൽക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന ഒരു കാര്യം, ഒരു അപവാദം നമുക്കത് പ്രതികരിക്കാതെ അതിൻ്റെ ശരിയായ വശം പ്രചരിപ്പിക്കാതെ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കാം? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീലമ്പടനാണെന്നും അദ്ദേഹം അത്രയധികം എന്താ പറയുക ആ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരാളാണെന്നൊക്കെ തരത്തിലുള്ള സംസാരങ്ങളും പ്രചരണങ്ങളും ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കിടയിൽ വ്യാപകമാണ്. അവരാകുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സ്വഹാബത്ത് മദീനയിലേക്ക് വരുന്ന സന്ദർഭം ശ്രദ്ധിക്കണം. മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവരിൽ മുഹാജിറുകളെയും ഹിജ്റ ചെയ്തു വന്ന മക്കയിലെ സ്വഹാബികളെയും
മദീനത്തുള്ള അൻസാറുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തർക്ക് എന്ത് ചെയ്തു, സഹോദരന്മാരെ നിശ്ചയിച്ചു കൊടുക്കണം. അത് പിന്നീട് അത് നസ്ഖ് ചെയ്തു. ആ നിയമം പിന്നീട് ദീനുൽ ഇസ്ലാമിലില്ല. അപ്പം ആ സമയത്ത് മാത്രമുള്ള നിയമമാണെന്ത്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്താൽ അയാൾ ശരിക്കും സഹോദരനായി. അങ്ങനെ ഒരു നിയമം ദീനുൽ ഇസ്ലാമിലെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കൊടുത്ത സന്ദർഭത്തിൽ നമുക്കൊക്കെ അറിയുന്നൊരു സംഭവമാണ്, നമുക്ക് പലപ്പോഴേ കേട്ടിട്ടുള്ള സംഭവമാണ്. അതിലൊരു സഹോദരൻ, അൻസാരിയായ സഹോദരൻ മുഹാജിറായ സഹോദരനോട് എന്താ പറഞ്ഞത്, എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ നിനക്ക് നൽകാം, എൻ്റെ ഭാര്യമാരിൽ ഒരാളെ ഞാൻ എന്ത് ചെയ്യാം, നീ നോക്കി നിനക്ക് ഏത് ഇഷ്ടപ്പെട്ട അവളെ ഞാൻ നിനക്ക് തൊലാക്ക് ചെയ്ത് നിനക്ക് വിവാഹം ചെയ്യാൻ ഞാൻ എളുപ്പമാക്കി തരാം എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ ഇത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് രൂപത്തിലായിരിക്കും അവർ കണക്കാക്കിയിട്ടുണ്ടാവുക, എന്ത് മനോഭാവം ഉണ്ടായിരിക്കാം? അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സ്വഹാബിയോട് അവരുടെ പെൺമക്കളെയോ അല്ലെങ്കിൽ ഭാര്യയെയോ സഹോദരിയെയോ ഉമ്മയെയോ എനിക്ക് ഭാര്യയെ നിശ്ചയിച്ചിരണമെന്നോ ആരോടെങ്കിലും ഒരു തവണ മൊഴിയുകയോ സൂചിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിൽ ഒരാൾ എന്ത് ചെയ്യില്ല, അതിനെതിരെ തടസ്സം പറയൂല. ഇവർ പറയുന്നത് പോലെ ഒരു സ്ത്രീലമ്പടനും അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സ്ത്രീകളുടെ വിഷയത്തിൽ അങ്ങേയറ്റ പരിധി വിട്ടൊരു വ്യക്തിയൊക്കെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം മുൻപ് വിവാഹം കഴിക്കാത്തതായിട്ടുള്ള സ്ത്രീയായിട്ട് ഒരേ ഒരു സ്ത്രീയെ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, വിവാഹം ചെയ്തിട്ടുള്ളൂ. എന്തിനാണ് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ വിധവകളും മക്കളുള്ളതും അല്ലാത്തതൊക്കെ ആയ മുൻപ് കല്യാണം കഴിച്ച് ഭർത്താവാൻ ഇങ്ങനെയുള്ളവരെന്തിനാ വിവാഹം ചെയ്യുന്നത്? ഇത്രയും ആളുകൾ അനുസരിച്ച് ഒൽപ്പടിക്ക് നിൽക്കുന്ന ഈ ലക്ഷക്കണക്കിന് പതിനായിരങ്ങളുണ്ട്, അവർക്കൊക്കെ പെൺമക്കളുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇവരൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒന്നെന്ത് വിരലിനൊടിച്ചാൽ അവരുടെയൊക്കെ ഭാര്യമാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് പോലാണെങ്കിൽ അവരുടെ മക്കളും ഭാര്യമാരും സഹോദരിമാരൊക്കെ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തൂലേ? എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ നിന്ന് എല്ലാ ഭംഗിയുള്ളവരെയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്താണോ, എല്ലാ ആളുകളും ഇവർ പറയുന്നത് പോലെ അവരുടെ ഭാര്യമാരെ നിശ്ചയിക്കുകയാണോ ചെയ്തത്? ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ആളുകൾക്ക് നൽകിയിട്ടില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അത് ശാരീരികമായിട്ടാണെങ്കിലും ദീനിലാണെങ്കിലും ഒക്കെ. അതിൽപ്പെട്ടൊരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര 30 ആളുകളോ ശരിക്കും റിവായത്ത് ഓർമ്മയില്ല, സാധാരണഗതിയിലുള്ള ഒരാളുടെ എത്രയോ മടങ്ങ് ഇരട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ശക്തി നൽകിയിട്ടുണ്ട് എല്ലാ വിഷയത്തിലും. അപ്പം അത്രയധികം എന്താ പറയുക, ശാരീരികമായി ശക്തിയുള്ള, ബലമുള്ള, ഊർജമുള്ള, ആർജവമുള്ള ഒരു വ്യക്തി. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 1, 2, 3, 4 കഴിക്കുന്ന അതേ സമയത്ത് തന്നെ അത്രയധികം സാധാരണ വ്യക്തികളെക്കാൾ എത്രയോ മടങ്ങ് ശക്തിയും ആർജവും ഉണ്ടായിരുന്ന അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ 9 എന്ന് പറയുന്നത് വളരെ ചെറിയ അളവാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടില്ല, ഇഷ്ടപ്പെടുന്ന എല്ലാ സ്ത്രീകളെയും ഓടി നടന്ന് വിവാഹം ചെയ്യുന്നതായിരുന്നില്ല ഇവർ പറയുന്നത് പോലെ. ഓരോ വലിയ വലിയ മസ്ലഹത്തുകളും ഹിക്മത്തുകളും ഓരോ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിലുണ്ടായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നു, ഈ ഒരു വിഷയം മാത്രമേ, ഈ ഒരു കാമാസക്തി മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വിവാഹം കഴിക്കാത്ത കന്യകകളെ എത്രയധികം വിവാഹം കഴിക്കായിരുന്നു മദീനത്ത്. മദീനത്ത് എന്താ വേറെ കന്യകളൊന്നുമില്ലേ? സ്വഹാബത്തിന് ഒരു പെൺമക്കളും ഇല്ലേ? ആർക്കും പെങ്ങന്മാരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ഒരാളോടൊരു ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സൂചന നൽകിയാൽ പോലും അവർക്കത് മനസ്സിലാവും. അപ്പോൾ ആ സ്ത്രീ അവിടെ വീട്ടിലെത്തും. അത്രയും സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായി നിന്നിരുന്ന ആ സമൂഹത്തിൽ, ആ സമൂഹത്തിന്റെ നേതാവ് ഈ രൂപത്തിൽ എന്താ പറയുക ചിത്രീകരിക്കപ്പെടുമ്പോൾ നമുക്കത് വ്യക്തമായി എന്ത് ചെയ്യേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ആമുഖമായി പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്നത്
വീട്ടുകാരെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഒരു വീട്ടിൽ ഒരുപാട് ആളുകളും എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ആളുകൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ ഉണ്ടായിരുന്ന ആളുകളും അവർ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ വരെ, അങ്ങനെ ഒരു വലിയൊരു അംഗസംഖ്യയുള്ള ഒരു കുടുംബമാണ്, വീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പോൾ ഈ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേറ്റവും അധികം ഏറ്റവും ആദ്യം പറയാനുള്ളത്, അതിലേറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്നുള്ളത് ഭാര്യമാർ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്നുള്ളത് ഭാര്യമാർ തന്നെയാണ്. ഈ ഭാര്യമാരെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചില പ്രധാനപ്പെട്ട 1-2 ഉദാഹരണങ്ങൾ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വിവാഹം ചെയ്തത് ആരെയാ? ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സ്ത്രീയെ എന്ത് ചെയ്തിട്ടില്ല? വിവാഹം ചെയ്തിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? മറ്റുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതൊക്കെ. ഖദീജ റളിയല്ലാഹു അൻഹ മരണത്തിന് ശേഷം, ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി 10ാമത്തെ വർഷം, 50 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അതേ വർഷം തന്നെയാണ് അബൂ ത്വാലിബും മരണപ്പെടുന്നത്. ഈ ഒരു സമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുകയും പിന്നെ അതിനോടടുത്ത സമയത്ത് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുകയും, എന്നാൽ മദീനത്ത് എത്തി 6ാം വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞ് 9ാമത്തെ വയസ്സിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹങ്ങൾ ആ രൂപത്തിലായിരുന്നു. ഓരോരോ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞത് ഓരോ മസ്ലഹത്തുകൾക്ക് വേണ്ടി, പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ഓരോ വിവാഹങ്ങൾ കഴിക്കുന്നത്. ഇങ്ങനെ നടത്തിയ വിവാഹങ്ങളിലെ ഈ ഭാര്യമാർ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭാര്യമാരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പെരുമാറ്റം, ഈ ഭാര്യമാരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, ഇത് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ബുഖാരിയിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കപ്പെട്ടപ്പോൾ, മാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്നഉ ഫി അഹ്ലിഹി, വീട്ടിൽ എന്ത് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഫി മിഹ്നതി അഹ്ലിഹി, വീട്ടുകാരെ സഹായിക്കുന്നതിൽ വ്യാപൃതനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ സഹായിക്കുന്നതിൽ വ്യാപൃതനായിരിക്കും. നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിസ്കാരത്തിലേക്ക് പോകും. ഇങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദിന്റെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചെരുപ്പ് എന്ത് ചെയ്യാറുണ്ട്? സ്വയം തുന്നാറുണ്ട്. അതുപോലെ തന്നെ തന്റെ വസ്ത്രം എന്ത് ചെയ്യാറുണ്ട്? അത് നെയ്തെടുക്കാറുണ്ട്. അതുപോലെ തന്നെ തന്റെ ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കറക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വയം ചെയ്യാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ വ്യക്തമാക്കാം. വീട്ടുകാരെ, ഭാര്യമാരെ സഹായിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ട ഒരു കാര്യം. വീട്ടുകാരെ സഹായിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ട ഒരു കാര്യം. നമ്മൾക്ക് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വീട്ടുകാർ എന്തെങ്കിലും കാര്യമായ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾക്കാകുന്ന രൂപത്തിൽ പറ്റുന്ന പണികളൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് അത് അവരായിട്ട് പറഞ്ഞ് ചോദിക്കാൻ പലപ്പോഴും അവർക്ക് മടിയുണ്ടാവുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. വീട്ടുകാർക്ക് വേണ്ട സഹായങ്ങൾ, അത് നമ്മൾക്കാകുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് ഓരോരുത്തർക്കും പല വിഷയങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീട്ടുകാരെ അവരുടെ വീട്ടുജോലികളിൽ സഹായിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അതുപോലെ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ ഉള്ള പല കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതായത് ഉദാഹരണത്തിന് ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഒരു ആടിനെ അറുത്ത് കഴിഞ്ഞാൽ ആ ആടിനെ പല ഭാഗങ്ങളാക്കി എന്ത് ചെയ്യാറുണ്ട്? അതിൽ ചില ഭാഗങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? അയക്കാറുണ്ട്. എന്ന് വെച്ചാൽ തൻ്റെ ഭാര്യ ഏറ്റവും അധികം അടുത്ത് ബന്ധമുള്ള, ഏറ്റവും അധികം അവർ പരിഗണിക്കുന്ന ആളുകളെ ആ ഒരു നല്ല രൂപത്തിൽ, ആ ഒരു രൂപത്തിൽ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും ഇടപഴകാനും ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു ഭർത്താവിൻ്റെ ലക്ഷണമാണ്. ഭാര്യയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികൾ, അവർക്ക് ഭാര്യ ഏത് രൂപത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവർ ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക? അവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ പരിഗണിക്കുക എന്നുള്ളത് ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നതിൽ പെട്ടതാണ്. ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നതിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, എന്ന് വെച്ചാൽ പല ഭാര്യമാരുണ്ട്, ഓരോരുത്തർക്ക് ഓരോ ദിവസം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പാത്രത്തിൽ എന്തോ ഒരു പലഹാരം എന്തോ അയച്ചു കൊടുക്കാം. അത് കൊടുത്തയക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ദിവസമാണല്ലോ, അവരിലൊരു ഗൈറത്ത് ഉണ്ടായിട്ട് എന്ത് ചെയ്യണം? അവർക്കത് ഇഷ്ടപ്പെടാനിട്ട് അവർ ആ പാത്രം എന്ത് ചെയ്യാണ്? അത് പൊട്ടിക്കുകയാണ്. ഈ കൊണ്ടുവന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ. ഏതേതോ സഹാബി, ഏതൊരു ഭൃത്യനാണ് കൊണ്ടുവരുന്നത്. ഈ വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാണ്? ആയിഷ റളിയല്ലാഹു അൻഹ അത് എറിഞ്ഞു ഉടയ്ക്കാം, എറിഞ്ഞ് പൊട്ടിക്കാം, കല്ലുകൊണ്ട് പൊട്ടിക്കുന്നതൊക്കെ ഹദീസിൽ കാണാം. അപ്പം അങ്ങനെ എറിഞ്ഞു പൊട്ടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെടുകയോ ചീത്ത പറയുകയോ, നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഭർത്താവ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഭാര്യമാരോട് പെരുമാറുന്നത് പോലൊന്നും പെരുമാറാതെ വളരെ സൗമ്യനായി, ദേഷ്യം വരാതെ ആ പൊട്ടിയ പാത്ര കഷ്ണങ്ങൾ പെറുക്കിയെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ എന്താ പറയുക, എന്തോ ഭക്ഷണ സാധനം എന്തോ അതിലുള്ള തട്ടിക്കളയാൻ പറ്റുന്ന എന്താ പറയുക, പൊടി പിടിച്ച അല്ലെങ്കിൽ നമുക്ക് നീക്കം ചെയ്ത് വൃത്തിയാക്കി കഴിക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ തിരിച്ച് പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പാത്രം എന്ത് ചെയ്യണം? ഉമ്മു സലമയ്ക്ക് കൊടുത്തയക്കാം. എന്നിട്ട് പൊട്ടിയ പാത്രം ആയിഷയ്ക്ക് കൊടുക്കാം. പൊട്ടിയ പാത്രം ആയിഷയ്ക്ക് കൊടുക്കണം. എന്നിട്ട് ഈ പാത്രം കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ടുവന്ന ആളോട് പറയണത് ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ഗൈറത്ത് വന്നതാണ്, കാര്യമാക്കേണ്ടതെന്ന് എന്ത് ചെയ്യാണ്? ആ കൊണ്ടുവന്ന ആളോട് പറയാം. എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്കിടയിൽ, അതായത് എന്താ പറയാ, മൂന്നാമതൊരാൾ അറിയുന്ന സാഹചര്യത്തിൽ പരമാവധി ഭാര്യയെ മോശക്കാരനാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ കടമയാണ്. നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സൂചിപ്പിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? മൂന്നാമതൊരാളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ വഴക്ക് പറയരുത്, ചീത്ത പരദേശം പിടിക്കരുത്. അത് അവർക്ക് വളരെയധികം അതെന്ത് ചെയ്യും? പ്രയാസം ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും, വേദന ഉണ്ടാക്കും മനസ്സിന്. ആളുകൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ അറിയുന്ന രൂപത്തിൽ, അത് നമ്മുടെ മക്കളാണെങ്കിൽ പോലും മൂന്നാമതൊരാൾ അറിയാതിരിക്കാൻ എത്രത്തോളം സാധിക്കോ ആ രൂപത്തിൽ എന്ത് ചെയ്യാവോ? തിരുത്തി കൊടുക്കാവോ? അത് ഏറ്റവും നല്ല ഭാഷയിൽ, ഏറ്റവും നല്ല രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? അവർക്ക് തിരുത്തി കൊടുക്കേണ്ടത്. ഒരിക്കലും അവരെ ഒരു വില കുറച്ച് കാണുന്ന അല്ലെങ്കിൽ ചീത്ത പറയുന്ന ഒരു സാഹചര്യം മറ്റൊരാൾ കേൾക്കാനിടയാകുന്നത് അതെന്ത് ചെയ്യും? വളരെയധികം സ്ത്രീകൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഭാര്യയിൽ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ന്യൂനതകൾ, ശർഈ ആയിട്ടുള്ളതല്ലാത്ത മറ്റെന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ന്യൂനതകൾ, എന്തെങ്കിലും ഇങ്ങനെ അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളൊരാൾ അറിയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യുക? നമ്മുടെ ഭാര്യയെ ന്യായീകരിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു തെറ്റായൊരു ഒരു രൂപം, കൺസെപ്റ്റ് നമ്മുടെ ഭാര്യയെ സംബന്ധിച്ച് ഉണ്ടാവാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ
ആ രൂപത്തിൽ അതിനിടപെടാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഭാര്യമാരോടുള്ള അവകാശങ്ങളിൽപ്പെട്ടാണ്, നമ്മൾ ഭാര്യയോട് ചെയ്യേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് എപ്പോഴും എന്താ പറയുക, മസിൽ പിടിച്ച് ഗൗരവം പിടിച്ചിരിക്കുന്ന ആളൊന്നുമല്ല, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. പക്ഷെ ഭാര്യമാരോട് ആ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ, വളരെ സോഫ്റ്റായി ചിരിച്ചും കളിച്ചും ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും രണ്ടുപേരും ജനാബത്തുകാരായിട്ട് രണ്ടുപേരും ഒരേ സമയത്ത് കുളിക്കുകയും എനിക്ക് പാത്രം എന്താന്ന് രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുന്ന, വഴക്കെന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ പരസ്പരം മത്സരിക്കുന്ന തരത്തിൽ അവരെന്ത് ചെയ്യാറുണ്ട്, കുളിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ രണ്ട് സന്ദർഭമുണ്ട്. ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൂടെയുള്ള ആളുകളോട് എന്ത് ചെയ്യും, നേരത്തെ പോയിക്കോളാൻ പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമായി. ആയിഷയോട് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഓട്ട മത്സരം വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഓടി നോക്കുമ്പോൾ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറയാ, തടിച്ചിട്ടില്ല, വളരെ മെലിഞ്ഞൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യും, ഓടി ഒന്നാമതെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയില്ല. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ സംഭവമൊക്കെ മറക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ മറ്റൊരു സാഹചര്യത്തിൽ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ എല്ലാവരോടും പോയിക്കോളാൻ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും എന്ത് ചെയ്യും, ആയിഷ റളിയല്ലാഹു അൻഹ മത്സരം വെക്കും, ഓട്ട മത്സരം. അപ്പോഴേക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് തടിച്ച് കുറച്ച് ഭാരമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അവരെ ഓടി തോൽപ്പിക്കും. എന്നിട്ട് പറയും, അന്ന് എന്നെ തോൽപ്പിച്ചതിന് പകരമാണിത് എന്നെന്ത് ചെയ്യും, അവരോട് പറയും. അപ്പൊ ഈ രൂപത്തിൽ എന്താ പറയാ, വളരെ വിനയത്തോടുകൂടെ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞ് എന്താ പറയാ, വളരെ മുസൽ പിടിച്ച് എന്താ പറയാ, ചിരിക്കാതെ അല്ലെങ്കിൽ ആ രൂപത്തിൽ പെരുമാറാതെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ഭാര്യമാരോട് പെരുമാറിയിട്ടില്ല. വളരെ സൗമ്യമായി ഏറ്റവും നല്ല രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് പെരുമാറുന്ന ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഭക്ഷണത്തെ ഒരു തവണ പോലും കുറ്റം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു, ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടേയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഉദ്ധരിക്കുന്നതേ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒഴിവാക്കുന്നില്ല. നമ്മൾ പക്ഷേ ആ ഭക്ഷണത്തെ കുറ്റം പറയുന്നത് ഒരിക്കലും ഭാര്യമാരോട് നമ്മുടെ നല്ല പെരുമാറ്റത്തിന്റെ അടയാളമല്ല. അവരുണ്ടാക്കിയ ഭക്ഷണത്തെ കുറ്റം, നമുക്ക് കഴിക്കാൻ സാധിക്കില്ലെങ്കിൽ, നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കാതിരിക്കാം എന്നതല്ലാതെ ആ ഭക്ഷണത്തെ കുറ്റം പറയുക എന്നുള്ളത് ഒരിക്കലും ഭാര്യമാരോടുള്ള കടമയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഭാര്യമാരെയോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ജോലിക്കാരെയോ വേലക്കാരെയോ ഒരാളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ കൊണ്ട് ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചിട്ടില്ല. ഇന്നിപ്പോ ഭർത്താക്കന്മാരോട് ഭാര്യമാരെ അടിച്ചിട്ടില്ലാത്ത ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ആരെയും ഉണ്ടാവൂല. അടിച്ചിട്ട് മുറിവാവാത്ത ഭർത്താക്കന്മാരുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ആരെയും കിട്ടുന്നല്ലാതെ. എന്നുവെച്ചാൽ അത്രയധികം നമ്മൾ എന്താ പറയാ, ദീനുൽ ഇസ്ലാമിൽ ഭാര്യമാരെ അടിക്കുന്നത് ശ്രദ്ധിക്കണം. ഫഅദൂഹുന്ന വഹജുറൂഹുന്ന ഫിൽ മളാജി വദരിബൂഹുന്ന ആയത്തിൽ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പലരും എന്ത് ചെയ്യുക, ഭാര്യമാരെ തലങ്ങും വിലങ്ങൊക്കെ അടിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാരെ അടിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ അടിയല്ല. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച അടി അത് ഏറ്റവും അവസാനത്തെ അടവാണ്. എന്നുവെച്ചാൽ ഒരു വഴിയുമില്ലാത്ത സാഹചര്യത്തിൽ മാത്രം, അതും സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം, ഒരു അറാക്കിന്റെ കൊള്ളി കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അടിച്ചാൽ നമ്മൾ എത്ര സ്ട്രോങ് അടിച്ചാലും അതിനൊരു പരിധി ഉണ്ട്. ഈ അറാക്കിന്റെ കൊള്ളി കൊണ്ട് അടിക്കും, ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടിക്കാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടക്കേട് അറിയിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ അവളടിച്ച് പുറം പൊളിക്കുക, ചോര വരുത്തുക, നീര് വരുത്തുക എന്നല്ല എന്ത് ഈ അടിയുടെ ഉദ്ദേശം. നമ്മുടെ ഇഷ്ടക്കേട് അവിടെ പ്രകടമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ അടിയെ അടിക്കേണ്ട സാഹചര്യം വന്നാൽ അടിക്കാവൂ, അതും ഏറ്റവും അവസാനത്തെ, വേറൊരു നിവൃത്തിയില്ലാത്ത
പറഞ്ഞു കൊടുത്തിട്ടും മറ്റുള്ള കിടപ്പറയിൽ മാറ്റിക്കിടത്തിയിട്ടും അങ്ങനെ മറ്റുള്ള എല്ലാ വഴികളും ചെയ്തു നോക്കിയിട്ടും ഒരു നിലയ്ക്കും ശരിയാകാത്ത സന്ദർഭത്തിൽ മാത്രമേ അതും ചെയ്യാവൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, തൻ്റെ കൈകൊണ്ട് ഭാര്യമാരെ അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, ഭാര്യമാർക്കിടയിലുള്ള ചില വിഷയങ്ങൾ. അല്ലേ, നമുക്കറിയാം ഒന്നിലധികം ഭാര്യമാരുണ്ടാകും, അവരിൽ സ്വാഭാവികമായിട്ടും ചില വിഷയങ്ങൾ അതുണ്ടാകും. അത് സ്വാഭാവിക മാനുഷികമായിട്ട് ഉണ്ടാകുന്ന പല വിഷയങ്ങൾ ഉണ്ടാകാം. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പല വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞ പാത്രം പൊട്ടിക്കുന്ന സംഭവം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാര്യ മറ്റൊരു ഭാര്യ ആരോടാണ്, ഹഫ്സ റളിയല്ലാഹു അല്ല അഫ്വാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യ, നീ ഒരു യഹൂദിയുടെ മകളാണെന്നുള്ള തരത്തിൽ എന്തോ ഒരു സംസാരം എന്തോ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സംസാരം വന്നു. പക്ഷെ അവർക്കത് എന്ത് ചെയ്തു, വളരെയധികം വിഷമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവരത് സൂചിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നെന്താ, നീ ഒരു നബിയുടെ മകളാണ്. പക്ഷെ നിന്റെ ഉപ്പാന്റെ പരമ്പരയിൽ ഒരു എന്തുണ്ട്, ഒരു നബിയുണ്ട്. അതുപോലെ തന്നെ നിന്റെ ആ ഉപ്പയുടെ സഹോദരനും ഒരു നബിയാണ്. പക്ഷെ നിന്റെ ഉപ്പാന്റെ സഹോദരൻ ഒരു നബിയാണ്. അതുപോലെ തന്നെ നീ ഇപ്പോൾ ഉള്ളൊരു നബിയുടെ കീഴിലാണ്. നിന്നെപ്പോലെ നിനക്കിതിൽ പോരം എന്ന് വെച്ചാൽ അഭിമാനിക്കാൻ വേറെ എന്താണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സൗമ്യമായി, വളരെ അനുകമ്പയോട് കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരോട് പെരുമാറിയിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വ്യക്തമായി പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി ഉഹർരിജു ഹഖ്ഖ ദ്വഈഫൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലാഹുമ്മ ഇന്നി ഉഹർരിജു ഹഖ്ഖ ദ്വഈഫൈൻ, രണ്ട് ദുർബലരായ രണ്ട് വിഭാഗക്കാർ, ഈ രണ്ട് വിഭാഗക്കാർക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ അവരോട് ദുൽമ ചെയ്യുന്ന ആളുകൾ, അവർക്ക് വളരെ വലിയ ശിക്ഷ ഉണ്ടായിരിക്കണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഏതൊക്കെയാണ് രണ്ട് വിഭാഗക്കാർ? ഒന്ന് യത്തീമും മറ്റൊന്ന് സ്ത്രീയുമാണ്. സ്ത്രീകളും യത്തീം അനാഥകളുമാണ്. ഇവർ രണ്ടുപേരുടെ വിഷയത്തിൽ വളരെയധികം ഗൗരവത്തിൽ പല ഹദീസുകളും കാണാം. ഒരു ഒടയുന്ന ചില്ല് പാത്രത്തെ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ ഉപമിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ, അത് വാക്കുകൊണ്ടാണെങ്കിലും പെരുമാറ്റം കൊണ്ടാണെങ്കിലും ഉടയാതെ കൊണ്ടു നടക്കേണ്ട ബാധ്യത ഭർത്താക്കന്മാർക്കുണ്ട്. വളരെയധികം സൂക്ഷ്മതയോട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവരോട് ഇടപഴകാൻ പാടുള്ളൂ. ഇതൊക്കെ ഭാര്യമാരോട് പാലിക്കേണ്ട അദബുകൾ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ വീട്ടിൽ മറ്റു പലരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, അത് അനസ് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്ന സന്ദർഭത്തിൽ അനസ് ബിൻ മാലിക്കിന്റെ ഉമ്മ സുലൈം, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അനസ് ബിൻ മാലിക് അന്ന് 10 വയസ്സാണ്, ആ കുട്ടിയെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ കുട്ടി നിങ്ങൾക്ക് ഉള്ള ഖാദിമാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന് എന്ത് ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി. അങ്ങനെ കൊടുത്ത ആ കുട്ടി 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത് വരേക്കും അദ്ദേഹത്തിന്റെ ഖാദിമായിട്ടുണ്ടായത്. ആ കുട്ടിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 വർഷക്കാലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ഞാനൊരു കാര്യം ചെയ്തിട്ട് അതെന്തിനാണ് ചെയ്തത് എന്നെന്ത് ചെയ്തിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചെയ്യാത്ത കാര്യത്തെ എന്തുകൊണ്ട് നീ അത് ചെയ്തിട്ടില്ല എന്ന് എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു സംഭവം കാണാം ഹദീസുകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക്കിനെ എന്തോ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ട് ആരോ വിളിച്ചു കൊണ്ടുവരാനോ മറ്റോ പറഞ്ഞയച്ചു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.
അനസ് ഇബ്നു മാലിക് പോകുന്ന വഴിക്ക് കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവനത് മറന്നിട്ട് എന്ത് ചെയ്തു, ആ കുട്ടികളുടെ കൂടെ കളിക്കാൻ കൂടി. അപ്പം അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പുറകിൽ ഒരാളെ കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് ചെയ്യണം, നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അനസ് ഇബ്നു മാലിക് അത് ഓർമ്മ വന്നിട്ട് വേഗം എന്ത് ചെയ്യണം, പറഞ്ഞ കാര്യം പൂർത്തീകരിക്കാൻ ഓടുകയാണ്. ഇത്രയും എന്താ പറയുക, വളരെ സൗമ്യമായി വളരെ റിഫ്കോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാം, ഒരു വീട്ടിൽ നിന്ന് റിഫ്ക്, അനുകമ്പ, സൗമ്യത ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ നിന്ന് ഹൈർ ഉദ്ദേശിച്ചിട്ടില്ല, വീട്ടുകാർക്ക് ഹൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന ഒരു റിവായത്ത് ഹദീസുകൾ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടുകാർക്ക് ഹൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വീട്ടുകാർക്ക് അവൻ റിഫ്ക്, അനുകമ്പ ഇട്ടുകൊടുക്കും, സൗമ്യത ഇട്ടുകൊടുക്കും. ഹദീസുകൾ കാണാം, എന്തൊരു കാര്യത്തിലും റിഫ്ക് ഇല്ലാതായിട്ടില്ല, ആ കാര്യം ഭംഗിയുള്ളതായിട്ടില്ല. എന്തൊരു കാര്യത്തിലും റിഫ്ക് എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല, ആ കാര്യം ഭംഗി നഷ്ടപ്പെട്ടതായിട്ടല്ല. റിഫ്ക് എന്തൊരു കാര്യത്തിലും ഉണ്ടാവുക, റിഫ്ക് കൊണ്ടൊരു കാര്യം കിട്ടുന്നത് പോലെ മറ്റൊരു കാര്യം കൊണ്ടും കിട്ടൂല. റിഫ്ക് കൊണ്ടൊരു കാര്യം കിട്ടുന്നത് പോലെ മറ്റൊരു കാര്യം കൊണ്ടും കിട്ടൂല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറയുക, ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദീനയിലെ മിമ്പറുമേ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ചുവന്ന വസ്ത്രങ്ങൾ ഇട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളായ ഹസനും ഹുസൈനും തപ്പിത്തടഞ്ഞിങ്ങനെ വീണ് എഴുന്നേൽക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്. ഇവർ രണ്ടുപേരും ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവരെ കണ്ടിട്ട് ഖുത്ബ മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, മിമ്പറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ പോയി അവർ രണ്ടുപേരും എന്ത് ചെയ്തു, എടുത്തു. എന്നിട്ട് തിരിച്ചും മിമ്പറിൽ കയറിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഓർമ്മിപ്പിക്കാം. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് പറയുന്ന ആയത്ത്. അപ്പോൾ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പേരക്കുട്ടിയായ ഉമാമയെ എടുത്ത് നിസ്കരിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതായപ്പോൾ സഹാബികൾ ഒരാൾ തല ഉയർത്തി നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറ്റുമോ എന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് ഈ കുട്ടി കളിക്കുന്നുണ്ട്, ഈ കുട്ടി കളിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അവിടെ സുജൂദിൽ തന്നെ കിടന്നു കൊടുക്കുക. അപ്പോൾ ഈ ഒരു റിഫ്ക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടാകേണ്ടതുണ്ട്. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുന്നു, അത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ വീട്ടുകാരിൽ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ പെട്ട ഒരാൾ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന സന്ദർഭമാണ്, പക്ഷെ തുടക്ക സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ കാണാൻ വന്ന സന്ദർഭമാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ദീനിന്റെ പല വിഷയങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പേരക്കുട്ടി അവിടേക്ക് കടന്നു വരും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരക്കുട്ടി എടുത്തിട്ട് എന്ത് ചെയ്യും, ചുംബിക്കാം. അപ്പോൾ ഈ കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടിട്ട് ഈ വ്യക്തി അത്ഭുതപ്പെടുകയാണ്. ഈ വ്യക്തി പറയുന്നത്, എനിക്ക് 10 മക്കളുണ്ട്, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ അതിൽ ഒരാളെ പോലും എന്ത് ചെയ്തിട്ടില്ല, ചുംബിച്ചിട്ടില്ല എന്ന് പറയാം. ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്തിന് ഊരിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, പടപ്പുകളുടെ റഹ്മത്ത് കാണിക്കുന്നവരോട് റഹ്മാനായ റബ്ബ് റഹ്മത്ത് കാണിക്കുള്ളൂ. ഇർഹമു മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമ. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് എന്ത് ചെയ്യണം, കരുണ കാണിക്കണം. ആകാശത്തുള്ള നിങ്ങളോട് കരുണ കാണിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഈ റഹ്മത്തും റിഫ്ഖും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എല്ലാ മേഖലകളിലും, അത് വീട്ടിലെ ജോലിക്കാരനായ അനസ് ഇബ്നു മാലിക്കിനോടാണെങ്കിലും, മക്കളായ അല്ലെങ്കിൽ പേരക്കുട്ടികളായ ഉമാമ, ഹസൻ, ഹുസൈൻ ഇവരോടാണെങ്കിലും, അതുപോലെ തന്നെ ഭാര്യമാരോടാണെങ്കിലും ഒക്കെ ഈ ഒരു റിഫ്ഖും റഹ്മത്തും വളരെയധികം പ്രകടമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ എന്താ പറയുക, ഒരു ശ്രദ്ധ കിട്ടേണ്ട പല സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നമ്മളെക്കാൾ ദുർബലരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമ്മൾക്ക് അവരുടെ മേൽ എന്താ പറയുക, കുതിര കയറാനുള്ള
ഒരു അധികാരമായിട്ടല്ല അങ്ങനെ നിശ്ചയിച്ചത്. മറിച്ച് അവരെ നമ്മൾ കൂടെ ചേർത്ത് പിടിക്കാനും ചേർത്ത് നിർത്താനും അവരുടെ ദുർബലതകളിൽ നമ്മൾ അവർക്ക് കൈത്താങ്ങാകാനും സഹായമാകാനും വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ബാധ്യതയായി നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. എത്രത്തോളം ഒരാൾക്ക് പോരായ്മകളുണ്ടാവും, വീഴ്ചകൾ, എത്രത്തോളം അവരെ ചേർത്തി പിടിക്കണം എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ സ്ത്രീകളുടെ വിഷയം. അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഹദീസുകൾ കാണാം, ഹൈള് വന്ന സമയത്ത്, ഹൈള് ബാധിച്ച സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ കൂടെ ഉള്ള സന്ദർഭം അതിനൊരു ഉദാഹരണമാണ്. പറഞ്ഞു വന്നത്, സ്ത്രീകളുടെ ദൗർബല്യം എന്നുള്ളത് അത് നമ്മൾ അവരെ കൂടുതൽ പരിഗണിക്കാൻ, അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അതിനുള്ള ഉദാഹരണങ്ങളുള്ളത് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞാൻ ഹായിലായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയാണ് ഞാൻ എന്ത് ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, ഞാൻ പാത്രത്തിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആ കുടിച്ച പാത്രത്തിൽ ഞാൻ എങ്ങനെ കുടിച്ചുവോ ആ ഭാഗത്ത് തന്നെ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായ വെച്ച് കുടിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ, എന്നുവെച്ചാൽ ഹൈളായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ജാഹിലിയത്തിലൊക്കെ പ്രത്യേകിച്ചും അവരെ വളരെയധികം അകറ്റി നിർത്തുകയും അവരെന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ അവർ നോക്കിക്കാണുകയും അവരെ അതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തുകയും ചിലരെ വേറെ തന്നെ ഒരു റൂമിൽ അല്ലെങ്കിൽ ആളുകൾ കാണാത്ത രൂപത്തിൽ അവരെ ആക്കി തീർക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായം ഇപ്പോഴും പല ആളുകൾക്കിടയിൽ ഉണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, സുന്നത്ത് അങ്ങനെ ആയിരുന്നില്ല. അവരെ വളരെയധികം ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ട പരിഗണനകൾ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടുകാരോട് ഏറ്റവും അധികം പാലിക്കൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്നുള്ളത് അതുകൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, ഈമാനുള്ള ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു. പക്ഷെ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദ്യം ചെയ്യും. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികൾ, എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഏൽപ്പിച്ചു തന്ന ആളുകളെ പറ്റി നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. അപ്പം അതിൽ എല്ലാ ആളുകളും വ്യത്യസ്തമായിരിക്കും, പക്ഷെ എല്ലാവർക്കും അത് പൊതുവായി ബാധിക്കുന്ന കാര്യം അവരുടെ കുടുംബമായിരിക്കും. ആ കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ബാധ്യതയായി വരുന്ന കാര്യം എന്നുള്ളത് അവരെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ദീന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം. ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ദീന്റെ വിഷയങ്ങൾ നമുക്ക് സന്ദർഭവും സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ദീനിന്റെ അധ്യാപനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അത് നമ്മുടെ വീട്ടിലും ഉണ്ടാവണം. നമ്മളിപ്പോൾ എന്താ പറയുക, പുറത്ത് ക്ലാസ്സുകൾക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ദർസുകൾക്ക് വരുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യേണ്ട, സംസാരിക്കേണ്ടത് നമ്മുടെ വീട്ടിലും ദീനിന്റെ ചർച്ചകൾ നടക്കണം. ഭാര്യമാർക്കിടയിലും മക്കൾക്കിടയിലൊക്കെ ദീനിന്റെ സംസാരങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ, അവർക്ക് വളരെയധികം ഉപകരിക്കുന്ന മസ്അലകൾ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ വളരെയധികം മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ ദീനിന്റെ പല വിഷയങ്ങളിലെ സംശയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു കൊടുക്കാറുണ്ട്. അത് നമുക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഭാര്യമാർക്ക് ദീനിന്റെ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ, അവർക്ക് ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, സംശയങ്ങൾ തീർക്കാനുള്ള സാഹചര്യങ്ങൾ എളുപ്പമാക്കുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. അല്ലദീന
യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ, പക്ഷെ ആ ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചരണ്ട അവസ്ഥയിലായിരിക്കും എന്ന ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. എന്താണ് ഇവരുടെ ഹൃദയങ്ങൾ പേടിച്ചരണ്ടിരിക്കുന്നത്? ഇവര് എന്തെങ്കിലും തിന്മ ചെയ്ത, വ്യഭിചാരമോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളാണോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അങ്ങനല്ല, മറിച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നതിനെ പറ്റിയുള്ള പേടിയാണ് അവരെ ഈ ഹൃദയങ്ങൾ നടുങ്ങാൻ അവരെ കാരണമാക്കി തീർത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 12 റക്അത്ത് ഫർളല്ലാത്ത നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് പണിത് കൊടുക്കുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽപ്പെട്ടൊരു ഭാര്യയ്ക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ടൊരു ഭാര്യയ്ക്കാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് പഠിപ്പിച്ചെന്ന ദിക്റുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത് ആർക്കാ, എങ്ങനെ, അതിന്റെ സന്ദർഭം എന്താ? വീട്ടിലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്ത അലി റളിയല്ലാഹു അൻഹുവിനാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലെ എന്തോ ഒരു ആവശ്യം, വീട്ടിലെ വേലക്കാരെ നിശ്ചയിച്ചു തരണം എന്നൊക്കെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അത് ചോദിക്കാൻ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വൈകി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞ് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, അവർ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർ കിടക്കാൻ തയ്യാറെടുത്തു. രണ്ടുപേരും വിരിപ്പിൽ കയറിയിരുന്നു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടവർ എഴുന്നേൽക്കാൻ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവിടെ തന്നെ ഇരിക്കാൻ പറയുകയും അവരുടെ കൂടെ ആ വിരിപ്പിൽ ഇരിക്കുകയും എന്നിട്ട് ഈ 3 ദിക്റുകൾ അവരോട് ചൊല്ലാൻ കൽപ്പിക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചിരുന്നു. അത് നമ്മൾക്ക് ഭർത്താക്കന്മാർക്ക്, വീട്ടുകാർക്ക് വളരെ നിർബന്ധമായിട്ടുള്ള ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ, അവർക്ക് വേണ്ട സംരക്ഷണവും സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ബാധ്യത എന്നുള്ളത് അവർക്ക് ദീനിന്റെ വിഷയങ്ങൾ എത്തുന്നത് പഠിക്കാനുള്ള സൗകര്യം എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാർക്കിടയിലുള്ള പെരുമാറ്റം എന്നുള്ളത് അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തുള്ള പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. പുറത്ത് വളരെ നല്ലൊരു പെരുമാറ്റവും ഉള്ളിൽ വേറൊരു പെരുമാറ്റം എന്ന രൂപത്തിലായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം. മറിച്ച് വീട്ടിനകത്തും ഏറ്റവും നല്ല രൂപത്തിൽ റിഫ്ഖും അനുകമ്പയും അതുപോലെ സൗമ്യതയും അതുപോലെ തന്നെ സ്നേഹമൊക്കെ പ്രകടമാവുന്ന തരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരോട് പെരുമാറിയിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഭാര്യയെ ഇഷ്ടപ്പെടുന്നതും ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നതും അല്ലെങ്കിൽ വീട്ടുകാരോട് ഏറ്റവും, ഇതിനൊക്കെ പ്രത്യേകം പ്രതിഫലം, മറ്റൊന്നിനും ഇല്ലാത്ത പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ട് ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അല്ലേ? ഹദീസുകൾ കാണാം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തോടു കൂടെ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന ഹദീസുകൾ കാണാം. സ്നേഹത്തോടുള്ള നോട്ടത്തിന് പോലും അത്രയധികം പ്രാധാന്യം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന വിഷയത്തിൽ ഏറ്റവും സിമ്പിളായി നമുക്ക് മനസ്സിലാവുന്ന ഒരു ഹദീസാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാളുടെ കയ്യിൽ 3 ദീനാറുണ്ട്. ശ്രദ്ധിക്കണം, അയാളുടെ കയ്യിൽ 3 ദീനാറുണ്ട്. അതിൽ ഒരു ദീനാർ അയാൾ സദഖ കൊടുക്കുകയാണ്, മറ്റൊരു ദീനാർ ഒരു അടിമയെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ചെലവഴിക്കുകയാണ്, മൂന്നാമത്തെ ദീനാർ അവന്റെ വീട്ടുകാരുടെ അത്യാവശ്യ ചെലവുകൾക്ക് എന്ത് ചെയ്യണം, അവൻ ചെലവഴിക്കുകയാണ്. ഇതിൽ ഏറ്റവും അധികം അവന് പ്രതിഫലം കിട്ടുക അവന്റെ വീട്ടുകാർക്ക് കൊടുത്ത ദീനാറിനാണ്. ഏറ്റവും അധികം പ്രതിഫലം കിട്ടുക വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും അധികം കൂടുതൽ ബാധ്യതയാകുന്നത് നമ്മുടെ വീട്ടുകാരുടെ
ചെലവിന്റെ വിഷയത്തിലാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും അങ്ങനെ തന്നെ നമ്മൾക്ക് ജോലിക്ക് പോകാനും സമ്പാദിക്കാനും സാധിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടും അവരുടെ അത്യാവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കപ്പെടാതെ അവർ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വലിയൊരു കുറ്റമായി, വൻപാപങ്ങൾപ്പെട്ടൊരു തിന്മയായി അത് രേഖപ്പെടുത്തപ്പെടും. ഹദീസിലുള്ള കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ ഖൂത അഹ്ലിഹി, ഒരാൾക്ക് തിന്മയായി മതിയായതാണെന്ത്, അവന്റെ വീട്ടുകാരുടെ അന്നന്നത്തേക്കുള്ള ഭക്ഷണ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ അത് പാഴാക്കി കളയുക എന്നുള്ളത് ഒരാൾക്ക് അത് തന്നെ ഒരാൾക്ക് തിന്മയായി മതിയായതാണ്. ഹദീസുകൾ കാണാം. അപ്പോൾ ഒഴിവാക്കിയാൽ വലിയ വൻപാപമാകുന്ന, എന്നാൽ അവരുടെ അത്യാവശ്യങ്ങൾ പരിഗണിച്ച് അതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. വീട്ടുകാർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാമെന്ന്. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു മനോഭാവത്തോട് ഈ ഒരു അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ വീട്ടുകാരോട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ വീട്ടുകാരോട് പെരുമാറുന്ന പെരുമാറ്റമാണ് നമ്മുടെ പെരുമാറ്റം. റബ്ബ് നമ്മളെ വിലയിരുത്തുക ആ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ മീസാൻ ഹുസ്നുൽ ഖുലുഖ് കൊണ്ട് നിറയണമെങ്കിൽ, നമ്മുടെ ഖുലുഖ് നല്ല സ്വഭാവമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണമെങ്കിൽ, ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ട് വീട്ടിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആയിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ അധ്യാപനങ്ങളും മാതൃകകളും അതിനെ സംബന്ധിച്ചിടയ്ക്ക് ഓർമ്മപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളും ചർച്ചകളൊക്കെ നമ്മൾക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും കഴിയുന്നത്ര അറിവിന്റെ പരമാവധി മാതൃകയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ദറജയിലേക്ക്, ഏറ്റവും അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ നമുക്ക് വേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആവുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ ആവുക എന്നുള്ളതാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ നമുക്കുള്ള എളുപ്പ വഴി. അപ്പോൾ നമ്മൾ ഏറ്റവും അടുക്കലേക്ക്, ഏറ്റവും തൊട്ടടുത്ത പദവിയിലേക്ക്, തൊട്ട് ചേർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആകാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾക്കുള്ള വഴി ഈ ഒരു വഴിയാണ്. പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എല്ലാ സന്ദർഭങ്ങളിലും ആയിത്തീരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന്റെ പരമാവധി സന്ദർഭങ്ങളിൽ കഴിയുന്നത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ജീവിക്കാനും, അങ്ങനെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും കാണാനും അടുത്തിടപഴകാനൊക്കെ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.